മത്തവിലാസം കൂത്ത് ചാക്യാർ. ഞാൻ കണ്ടിരുന്നു. അത് പകുതിയാക്കും, കട്ട് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന ഭയങ്കര കാര്യങ്ങളാണ്. അല്ല, കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ടോ. അല്ല, ഇതിപ്പോൾ എങ്ങനെ ഇതിനെ ഇതിപ്പോൾ എൻ്റെ ഫുള്ള് എനിക്ക് തേങ്ങയേറ് മുതൽ അങ്ങോട്ടേക്ക് മാറ്റണമെന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ കട്ട് ചെയ്ത് ഇടും, പാർട്ട് 1, 2 എന്ന് പറഞ്ഞിട്ട്. അല്ല, എങ്ങനെയത് ഇടുകയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിപ്പോൾ ഇതിൽ ആപ്പിൽ ചെയ്യാപ്പാ, ഞാൻ ചെയ്തിട്ടുണ്ട്, അതോടെ പറയാം. അല്ല, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ലേ, നിങ്ങൾ അതുവരെയുള്ളത് എന്നിട്ട് കട്ട് ചെയ്തിട്ട് മറ്റുള്ളത് കളയും. എന്നിട്ട് അത് ഒറിജിനൽ അവിടെ തന്നെ കാണും. ഒറിജിനൽ ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഇവിടുന്ന് മുതൽ നിങ്ങളെ ഫോണിൽ എങ്ങനെയാണ് മെമ്മറി, അത് എങ്ങനെയാണ് ആയത്. മെമ്മറി ഉണ്ടാവുമല്ലോ, മെമ്മറിയിൽ ഉണ്ടാവും, അതെടുക്ക്. ഇന്നത്തെ ഞാൻ എടുത്തില്ലേ, ഉണ്ടാവില്ല, ഉണ്ടാവും, എവിടെ പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യാൻ കഴിയും. അത് എന്നാൽ ഇപ്പം നെയ്യുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ടി സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം ഒരു പാർട്ട് ഇടുക, രണ്ടാമത്തെ പാർട്ട് ഇടുക. അതെ, ഇവിടെ പൊതുവെ കൂത്ത് അമ്പലത്തിന് സമാനമാണ്. ഇവിടുന്ന് ഔട്ട് ചെയ്യണ്ട അല്ലേ? എന്നിട്ട് ചെയ്യാം. സെക്കൻഡ് പാർട്ട് ഇടുന്നുണ്ട് എന്ന് പറയാം, ലാസ്റ്റ് പറയണത്. കണ്ടിന്യൂസ് ആയിട്ടുള്ളത് വരുന്നുണ്ട്, കണ്ടിന്യൂറ്റി വരുന്നുണ്ട് എന്ന് പറയണം. ഇന്ന് ലാസ്റ്റ് കൂത്തും ഇന്ന് പരിസമാപിക്കുകയാണ്. നല്ല സുന്ദരമായ രാത്രിയാണ്. ചന്ദ്രനിൽ ഇങ്ങനെ നല്ല പകുതി ചന്ദ്രനാണ്, എന്നാലും നല്ല ഭംഗിയാണ്. ഇവിടുത്തെ പ്രകൃതിയും ഇതൊക്കെ എത്ര കണ്ടാലും മതിയാവാത്ത സുന്ദരമായ ഭക്തിസാന്ദ്രമായ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊന്നും കൂടെ അത് അവിടെ ആദ്യം ഒറിജിൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യലേ, പോയി പോകുന്നില്ല. പോകില്ല, അത് ഒറിജിനൽ അവിടെ ഉണ്ട്, അതിൽ തന്നെ നിങ്ങൾ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. കൂത്തിപ്പം തുടങ്ങും. മിഴാവ് എന്ന് പറയുന്നത് അത് കൊട്ടുന്നതാണ്. നങ്ങ്യാരമ്മ എന്നല്ലേ അവരെ പറയാനല്ലേ, നങ്ങ്യാരമ്മയാണ് ഇലത്താളം അല്ലേ, അതിനെന്താ പറയാ? ഏത് അല്ലല്ല, നങ്ങ്യാരമ്മ ഇത് അമ്പലം വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ്. അമ്പലം പോലെ തന്നെ പരിശുദ്ധത ഉള്ള സ്ഥലമാണ് കൂത്തമ്പലം. കൂത്ത് നടക്കുന്ന അമ്പലം എന്നാണ് കൂത്തമ്പലം. ചാക്യാരാണ് നടത്തുന്നത്. ചാക്യാർ നടത്തുന്നതുകൊണ്ടാണ് അതിന് ചാക്യാർ കൂത്ത് എന്ന് പറയുന്നത്. മത്തവിലാസം കൂത്ത് എന്ന് പറയുന്ന പ്രധാനമായിട്ടുള്ളൊരു വഴിപാടുണ്ട് ഇവിടെ. കാര്യവിജയത്തിനും കുട്ടികളാവാത്തവർക്കുള്ള ഒരു വഴിപാടാണ്. കല്യാണം കഴിയാത്തവർക്ക് ഐശ്വര്യം ഉണ്ടാവാൻ, സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ ഒക്കെ ഈ മത്തവിലാസം കൂത്ത് കഴിപ്പിക്കും. അപൂർവമായിട്ടുള്ളൊരു കൂത്താണത്. ഇവിടെ താൽക്കാലികമായ ഒരു കൂത്തമ്പലം കെട്ടി ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നടത്തുന്നത്. നമുക്ക് കാണാം, കൂത്തമ്പലം ഇതാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ ഞെട്ടിപ്പനയോലകൾ കൊണ്ടാണ് കൂത്തമ്പലവും പണിതിരിക്കുന്നത്.